ഹലോ ഫ്രണ്ട്സ്, ഞാനാണ് പാർപ്പരാമു. ഇന്ന് ഞാനൊരു കഥ പറയാം. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്ക് കമന്റ് ചെയ്യണേ. ഈ കഥയുടെ പേര് രാജകുമാരി തവള. ഒരിടത്ത് ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ഈ കാണുന്ന രാജകുമാരിയുടെ പിറന്നാൾ ഇന്നാണ്. രാജകുമാരിയെ ഒരുക്കാൻ തോന്നി വന്നു. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഊടുമുറിയിലേക്ക് പോയി. അവിടെയുള്ള പാചകക്കാർ ഭക്ഷണം വിളമ്പി വെക്കുകയാണ്. അവിടെ ഇതാ രാജാവ് വന്നു. രാജകുമാരി സന്തോഷത്തോടെ തന്റെ അച്ഛന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് രാജാവ് രാജകുമാരിക്ക് പിറന്നാൾ സമ്മാനമായി സ്വർണ്ണപ്പന്ത് നൽകിയത്. രാജകുമാരി സന്തോഷത്തോടെ അത് വാങ്ങി. എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ പന്ത് കളിക്കാനായി രാജകുമാരി പൂന്തോട്ടത്തിലേക്ക് പോയി. ആ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. അവിടെ ഒരു കുളവും ഉണ്ടായിരുന്നു. കുള നിറച്ച് മീനും തവളയും ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് ഒരു തവളയുണ്ടായിരുന്നു. ആ തവള രാജകുമാരിയുടെ കളി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. കളിച്ചോണ്ടിരിക്കുന്ന രാജകുമാരിയുടെ വന്ന് ആ കുളത്തിൽ പോയി. പാവ രാജകുമാരി വിഷമിച്ചു പോയി. ആ സമയത്ത് തവള പറഞ്ഞു, എന്നെ നീ കൂട്ടുകാരന് വാക്കുവാണെങ്കിൽ ഞാൻ ആ പന്ത് നിനക്ക് എടുത്തു തരാം. രാജകുമാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പന്ത് കിട്ടാൻ വേണ്ടി രാജകുമാരി സമ്മതിച്ചു. അത് കേട്ടതും തവള കുളത്തിൽ ചാടി. തവളയുടെ വരവും നോക്കി രാജകുമാരി ഇതാ കുളത്തിൽ നോക്കിയിരിക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ തവള പന്തുമായി പൊങ്ങി വന്നു. രാജകുമാരി സന്തോഷത്തോടെ പന്തെടുത്തിട്ട് തവള വീണ്ടും മുമ്പേ ഓടിക്കളഞ്ഞു. അങ്ങനെ രാജകുമാരി കൊട്ടാരത്തിലേക്ക് എത്തി. അങ്ങനെ രാത്രിയായി. രാജകുമാരി കഴിക്കാനായിട്ട് ഊണുമുറിയിലേക്ക് പോയി. അവിടെ രാജകുമാരി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കഥകിൽ ടും ടും. രാജാവ് പറഞ്ഞു കയറി വരാൻ. അപ്പോ നോക്കണം, തവള വരുന്നു. തവളെ കണ്ട രാജകുമാരി ഞെട്ടിപ്പോയി. രാജാവ് ചോദിച്ചു, നീ ആരാണ്? തവള പറഞ്ഞു, ഞാൻ രാജകുമാരിയുടെ കൂട്ടുകാരനാണ്. രാജാവ് രാജകുമാരിയോട് ചോദിച്ചു, ഇത് സത്യമാണോ? രാജകുമാരി വിഷമത്തോടെ അതെ എന്ന് പറഞ്ഞു. രാജാവ് സന്തോഷത്തോടെ തവളയെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ. അത് കേട്ടത് തവള ചാടി രാജകുമാരിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇത് കണ്ടത് രാജകുമാരിക്ക് ദേഷ്യമായി. അങ്ങനെ രാത്രിയായി. രാജകുമാരി വിഷമത്തോടെ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ രാവിലെയായി. രാജകുമാരി സന്തോഷത്തോടെ എണ്ണിറ്റു. തോഴി വന്ന് രാജകുമാരി ഒഴിക്കും. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഊടുമുറിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ രാജകുമാരിക്ക് ദേഷ്യം വന്നു. കാരണം രാജാവ് തവളയിൽ ഇരുന്ന് സംസാരിക്കുന്നു. രാജകുമാരി ദേഷ്യത്തോടെ രാജാവിന്റെ അടുത്ത് പോയിരുന്നു. രാജാവ് ചോദിച്ചു, നീ എന്താ നിന്റെ കൂട്ടുകാരോട് മിണ്ടാത്തേന്ന്? നീ അവന്റെ കൂടെ കളിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താ കളിക്കാത്തേ? രാജകുമാരി, ഞാൻ കളിക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ രാജകുമാരി തവളയുമായി കുളത്തിൽ പോയി. അവിടെ വെച്ച് രാജകുമാരി പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പന്ത് കിട്ടാൻ വേണ്ടി ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാണ്. ഇനി നീ എന്നെ കാണാൻ വരില്ല. അതും പറഞ്ഞ് രാജകുമാരി കൊട്ടാരത്തിലേക്ക് പോയി. അങ്ങനെ രാത്രിയായി. രാജകുമാരി കഴിക്കാൻ ചെന്നപ്പോൾ രാജാവ് വരുന്നതേ ഉള്ളായിരുന്നു. രാജാവ് ചോദിച്ചു, നിന്റെ കൂട്ടുകാരൻ എന്തിയെന്ന്? രാജകുമാരി പറഞ്ഞു, അവന്റെ കുടുംബത്തെ കാണാൻ പോയെന്ന്. അങ്ങനെ രാജാവ് ചിരിച്ചോണ്ട് പറഞ്ഞു, നിനക്ക് അവയെ ഇഷ്ടമല്ല അല്ലേ? രാജകുമാരി ഞെട്ടിപ്പോയി. രാജാവ് പറഞ്ഞു, അവനൊരു ശാപം കിട്ടി. ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും അവനെ തിരിച്ചറിയാൻ പറ്റിയില്ല. ഇത് കേട്ടതും രാജകുമാരിക്ക് വിഷമായി. അങ്ങനെ രാത്രിയായി. രാജകുമാരി മുറിയിൽ ഉറങ്ങാതെ അങ്ങോട്ടും നടന്നു. രാജകുമാരി തിരികെ നോക്കിയപ്പോൾ ജനലിന്റെ അടുത്ത് തവളയിരിക്കുന്നു. രാജകുമാരി ഞെട്ടിപ്പോയി. രാജകുമാരി സന്തോഷത്തോടെ തവള കെട്ടിപ്പിടിച്ചു. അങ്ങനെ രാജകുമാരി തവളയോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ രണ്ടുപേര് പന്ത് വെച്ച് കളിക്കാൻ തുടങ്ങി. പിന്നെ രണ്ടുപേർക്ക് ക്ഷീണമായി. അവര് ഉറങ്ങാൻ പോയി. അങ്ങനെ രാജകുമാരി തവളയുടെ നെറ്റി ഒരു ഉമ്മ കൊടുത്തിട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ രാവിലെയായി. രാജകുമാരി എണ്ണിച്ചപ്പോൾ തവളെ കാണുന്നില്ല. രാജകുമാരി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു സുന്ദരനായ രാജകുമാരൻ അവിടെ നിൽക്കുന്നു. രാജകുമാരി അവന്റെ അടുത്തേക്ക് ചെന്നു.
രാജകുമാരൻ പറഞ്ഞു, എനിക്കൊരു ശാപം കിട്ടി, അതുകൊണ്ടാണ് ഞാൻ തവളയായി മാറിയത്. ഒരു രാജകുമാരി എനിക്ക് ഉമ്മ തന്നാൽ മാത്രമേ ഞാൻ മനുഷ്യനാവുന്നുള്ളൂ. ഇത് കേട്ടത് രാജകുമാരനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ രണ്ടുപേരും രാജാവിനെ കാണാൻ പോയി. നടന്നതെല്ലാം രാജകുമാരൻ രാജാവിനോട് പറഞ്ഞു. രാജാവ് രാജകുമാരനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവരുടെ വിവാഹമായി. അങ്ങനെ രാജകുമാരി തവളയായി പോയ രാജകുമാരനും ഇവിടെ ഒന്നിക്കുന്നു. അപ്പൊ എങ്ങനെയാ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ കഥ ഇഷ്ടമായോ? ഇഷ്ടമായാൽ സബ്സ്ക്രൈബും കമന്റും ലൈക്കും ചെയ്യണേ. അടുത്തൊരു കഥയുമായി ബാർബരാവും ഇനിയും വരും. അതുവരെ ബൈ ബൈ.